തിരുവോണം നക്ഷത്രക്കാർ വിരഹമുണ്ടാകുന്ന കാലഘട്ടമാണ്. മാതാവ് പിതാവിന് മൃത്യു സംഭവിക്കുന്ന കാലഘട്ടമാണ്. മൃത്യു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിതൃക്കൾ ലയിക്കാതെ നിൽക്കുന്ന കാലഘട്ടമാണ്. ആ വീടിൻ്റെ അടിവശത്ത് നിന്ന് കുമിളകൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു, ശ്വസിക്കുന്ന ശബ്ദം കേൾക്കുന്നു. എവിടെ നിന്നാണ് ഈ ശ്വസിക്കുന്ന ശബ്ദം? അവരെ കാത് വെച്ചിങ്ങനെ നോക്കുമ്പം അടിവശത്ത് നിന്ന് ശ്വസിക്കുന്ന ശബ്ദം. ശ്വാസമില്ലാതെ ഈ കാളക്കുട്ടി, ഇതിനകത്ത് പശുക്കുട്ടിയോ നാൽക്കാലി, ഇതിൻ്റെ അടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കും. ഈ ചെയ്തവൻ ശത്രു ഉണ്ടല്ലോ, അവൻ്റെ കുടുംബം മുഴുവൻ ഇതേപോലെ നശിക്കും. നമസ്കാരം. ഇന്നലെ കാർത്തിക രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് തെളിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. തിരുവോണം, തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരും ശ്രദ്ധിക്കണം എന്ന് ഞാൻ എല്ലാ നക്ഷത്രക്കാരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും. ഈ ഫലം പറയുന്നത് വിശാഖ നക്ഷത്രത്തിലുള്ള ഞാൻ വളരെ ശ്രദ്ധിക്കണം. വിശാഖ നക്ഷത്രക്കാർക്ക്, വൃശ്ചിക രാശിക്കാരും തുലാം രാശിക്കാരും വളരെ ശ്രദ്ധിക്കണം. എന്തെന്നാൽ എൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഒരേ സമയം വിഭിന്ന സ്വഭാവം പ്രകടിപ്പിക്കും. ഒരേ സമയം രണ്ട് സ്വഭാവം പ്രകടിപ്പിക്കും വിശാഖ നക്ഷത്രക്കാർ. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കടബാധ്യതകളുണ്ടെങ്കിൽ കടം മേടിച്ച് കടം തീർക്കാതിരിക്കാൻ ശ്രമിക്കുക. കടം ഇല്ലാതെ ഇരിക്കാൻ എന്ത് ജോലി ചെയ്താണ് കടം വീട്ടേണ്ടതെന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നമുക്കത് വീട്ടാൻ? ഒരു കടം തീർക്കാൻ അടുത്ത കടം മേടിക്കുക. 2 രൂപ പലിശയ്ക്ക് 4 രൂപ പലിശയ്ക്ക് പോവുക. 4 രൂപ പലിശയിൽ നിന്ന് 5 രൂപ പലിശയിലേക്ക് പോവുക. പിന്നെ 10 രൂപ പലിശയിലേക്ക് പോവുക. തിരുവോണം നക്ഷത്രക്കാർ വിരഹമുണ്ടാകുന്ന കാലഘട്ടമാണ്. മാതാവ് പിതാവിന് മൃത്യു സംഭവിക്കുന്ന കാലഘട്ടമാണ്. മൃത്യു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിതൃക്കൾ ലയിക്കാതെ നിൽക്കുന്ന കാലഘട്ടമാണ്. പിതൃക്കൾക്ക് ദോഷമുണ്ടാകുന്ന കാലഘട്ടമാണ്. ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 3 തലമുറയിൽപ്പെട്ട പിതൃക്കൾക്ക് ദുഃഖങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് രാമേശ്വരത്ത് പോയിട്ട് പരിഹാരങ്ങൾ ചെയ്ത് 22 തീർത്ഥങ്ങളിൽ കുളിക്കണം. വളരെ അത്യാവശ്യമാണ്. തിരുവോണം തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യേണ്ട ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടതാണ് പിതൃദോഷ പരിഹാരങ്ങൾ. അത് ദുർമരണം, നമുക്കറിയാത്ത ഒരുപാട് മരണങ്ങൾ കാണും, നമുക്കറിയത്തില്ല. ആ മരണങ്ങൾ ഇപ്പോൾ മരണശേഷം മരണാനന്തര ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ടെന്ന് പറയാൻ എനിക്കിഷ്ടം. അത് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരാൾ, ഞാൻ ഇന്നലെ ഫലം നോക്കുമ്പോൾ കണ്ട ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരാളൊരു വീട് മേടിച്ചു. അവർ വളരെ ഉത്തമമായിട്ട് ജീവിക്കുന്നതാണ്. രാത്രിയാകുമ്പോൾ അവിടെ ആ വീടിൻ്റെ അടിവശത്ത് നിന്ന് കുമിളകൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു, ശ്വസിക്കുന്ന ശബ്ദം കേൾക്കുന്നു. എവിടെ നിന്നാണ് ഈ ശ്വസിക്കുന്ന ശബ്ദം? അവരെ കാത് വെച്ചിങ്ങനെ നോക്കുമ്പം അടിവശത്ത് നിന്ന് ശ്വസിക്കുന്ന ശബ്ദം. അപ്പം ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ അവിടെ അതിൻ്റെ അടിയിൽ വല്ല ശവങ്ങൾ കിടപ്പുണ്ടതായിട്ടാണോ? അതിനെക്കുറിച്ച് അറിയില്ല സ്വാമി. ഞാൻ അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞു കൊടുത്തു അവർക്ക്. ഒരു കാരണവശാലും ആ സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ പറ്റില്ല. എനിക്കത് മനസ്സിലായില്ല. അത് മനുഷ്യരാണ്. എൻ്റെ ലക്ഷണശാസ്ത്രപ്രകാരം അത് മനുഷ്യൻ്റെ ലക്ഷണമല്ല. ഏതെങ്കിലും നാൽക്കാലിയെ, ഏതെങ്കിലും ആഭിചാര കർമ്മം ചെയ്ത് പശുക്കുട്ടിയെ എങ്ങനെങ്കിലും ജീവനോടെ കുഴിച്ചിട്ടുണ്ടോ എന്നറിയാം. ഈ ജീവനോടെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴിച്ചിടും. ആഭിചാരത്തിന് അതുള്ളതാണ്. ഒരു കാളക്കുട്ടിയെ മേടിച്ചിട്ട് ജീവനോടെ അതിൻ്റെ കുഴി പോലെ എടുത്തിട്ട് അതിനെന്താ കർമ്മം ചെയ്ത് ചടിറൊക്കെ കെട്ടി അതിനെ ഭക്ഷണം കൊടുത്ത് ഇതിൽ മയക്കിയിട്ട് ജീവനോടെ കുഴിച്ചിടും. ഈ ശത്രുവിൻ്റെ ഒരു കർമ്മമാണ്. ഈ ശത്രുവിനെ സങ്കല്പിച്ചിട്ട് ചെയ്യേണ്ട. അവൻ്റെ പേരും നാളും നക്ഷത്രമൊക്കെ കണ്ടുപിടിച്ച് അതെല്ലാം കൂടെ തകിട് എഴുതി ഈ ശത്രുവിൻ്റെ കഴുത്തിൽ ഈ കാളയുടെ കഴുത്തിൽ കെട്ടിയിട്ടിട്ട് ഇതിനെ ഭൂമിയിൽ കുഴിച്ചിടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്വാസമില്ലാതെ ഈ കാളക്കുട്ടി, ഇതിനകത്ത് പശുക്കുട്ടിയോ നാൽക്കാലി, ഇതിൻ്റെ അടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കും. ഈ ചെയ്തവൻ ശത്രു ഉണ്ടല്ലോ, അവൻ്റെ കുടുംബം മുഴുവൻ ഇതേപോലെ നശിക്കും. ശത്രുത ഞാൻ പറഞ്ഞ ആഭിചാരത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ്. ഈ ചെയ്തവനുണ്ടല്ലോ, ഈ ചെയ്യിപ്പിച്ചവൻ, അവൻ ഇതിനേക്കാൾ ഭീകരമായി മരിക്കും. ഈ ചെയ്യിപ്പിച്ചു കൊടുത്ത് ഇട്ടവനുണ്ടല്ലോ, അവൻ അതിനേക്കാൾ ഭീകരമായിട്ട് മരിക്കും. നിങ്ങളത് ആലോചിച്ച് നോക്കണം. ഞാൻ അവരോട് അത് പറയാൻ നിന്നില്ല. അവർ പൊട്ടിക്കരയുവാണ് എൻ്റെ മുമ്പിൽ. ഒരു നിവൃത്തിയില്ല. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും സ്വാമി, ഇതിന് പ്രത്യങ്കരയുണ്ട്, പ്രത്യങ്കര കർമ്മമുണ്ട്. പക്ഷേ ഇതിനാദ്യം എന്താണ്? ഈ വീടിൻ്റെ കുഴിച്ച് ഇതിനെ പുറത്തെടുക്കണം. ഇതായാലും മനുഷ്യനല്ല, നാൽക്കാലി ലക്ഷണമാണ്. ഇതിനെ പുറത്തെടുത്തിട്ട് ഇതിനെ നമ്മളെ ഒരു മനുഷ്യനെ ദഹിപ്പിക്കുന്ന പോലെ ഇതിനെ കർമ്മം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശത്രുവിൻ്റെ, ശത്രുത തോന്നിയവൻ്റെ, ശത്രു പേരും നാളും നക്ഷത്രവും എല്ലാം കൂടെ എഴുതി അതിനെ തകിടെല്ലാം ആക്കി അതിനെ ചൂടാക്കി ഇട്ട് ഇതിനകത്ത് കിട്ടി പശുവിന് വെള്ളം കൊടുത്ത് ആ വെള്ളത്തിനകത്ത് കലക്കി അതിനകത്ത് മയക്കുമരുന്നെല്ലാം കൂടെ ഇട്ട് കലക്കി ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ പശു ദാഹത്തോടു കൂടി ഇത് മുഴുവൻ കുടിക്കും. ഈ കുടിച്ചതിനെ കൊണ്ടുവന്ന് ഈ പശു മയങ്ങി വീഴുമ്പം ഇതിനെ എടുത്ത് പെട്ടിക്കകത്താക്കി അതിനെ മൂടിയിടും. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ സ്ഥലം ലാഭത്തിന് കിട്ടും എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചെയ്തവൻ നശിച്ചല്ലോ, അവനിത് വിൽക്കും.
അവനിതൊന്നും നോക്കുക. കുറേ മണ്ണൊക്കെ കൊണ്ടിട്ട് ഏതെങ്കിലും കോൺട്രാക്ടർമാർ സ്ഥലം മേടിച്ച് വീതം വെച്ച്, ഞാനും പറയും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മേടിക്കരുത്. ഞാൻ പറയും സ്ഥലം നോക്കാതെ നിങ്ങൾ മേടിക്കരുത്. 5 രൂപ ലാഭത്തിന് കിട്ടിയാൽ മേടിക്കരുത്. ഈ പശുക്കുട്ടിയോ കാളക്കുട്ടിയോ ഏതാണ്ട് ഇതിൻ്റെ അടിയിലാക്കി അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഈ വീടും വെച്ചു. എന്നാൽ വാനം വെട്ടുമ്പോഴെങ്കിലും ഇതിനെ അറിയില്ല. കാരണം മറ്റവൻ അനുഭവിക്കാൻ കിടക്കണ വീട് വെച്ചവർ ഇനി അവൻ്റെ ഫലം എടുക്കുമ്പം അവൻ ഈ വീട് ഗൃഹം അനുഭവിക്കാനുള്ള യോഗമില്ല. ഇവൻ ഇതെല്ലാം അനുഭവിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ അനുഭവിച്ചേ പറ്റൂ, ഇല്ലേ? അല്ല, ആ പെൺകുട്ടി തിരുവോണ നക്ഷത്രമാണ്, ഭർത്തൃയോഗമില്ല, ഭർത്താവുണ്ട്, ഒരക്ഷരം കേൾക്കില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പുള്ളിക്ക് ഒരു വിശ്വാസവുമില്ല. പുള്ളി വേണം, ആ സ്വാമിക്ക് ഭ്രാന്താണ്. ഏത് കാന്തല്ലൂർ സ്വാമി പറഞ്ഞു നിങ്ങളുടെ എന്നെ അവിടെ വന്നിട്ട് അകത്ത് കയറിയില്ല. മുറിപ്പാലത്തറി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ വന്നിട്ട് അകത്ത് കയറിയില്ല, പുറത്ത് നിൽക്കുമായിരുന്നു. വിശ്വാസമില്ല. പിന്നെ അപ്പോൾ ആ പെൺകുട്ടി വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് കയറി. വരുന്നവരുമുണ്ട് കേട്ടോ, ഒരുപാട് പേര് വന്ന് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കുന്നവരുമുണ്ട്. ഇപ്പോൾ നമുക്കെന്താണ്, അവിടെ വരുന്നവർ അവരോട് ഫലം പറയുകയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും പരിഹാരമുണ്ടോ? ഞാൻ പോയി തലക്കാവിരി പോയി കുളിക്കാൻ പറയും, കുളിച്ച വിധി മാറ്റൂ. എന്നാൽ വിധി മാറ്റി കുളിച്ച ഉടനെ ആൾക്കാർ വിളിക്കും, സ്വാമി ഇപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. അത്ഭുതം സംഭവിക്കേണ്ട, മരണമോ മരണതുല്യമായ അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഒന്ന് കുളിക്കൂ. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഭൂമി സംബന്ധമായ ഇടപാടുകൾ അത് വളരെ ശ്രദ്ധിക്കണം. ഭർത്താവുമായിട്ട് അടിപിക്കുന്ന കാര്യങ്ങൾ, വഴക്കുണ്ടാകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സന്താനങ്ങൾ, പെൺകുട്ടികളോട് വഴക്ക്, മൂത്ത പെൺകുട്ടിയുണ്ടെങ്കിൽ അവരോട് വഴക്ക് കൂടുന്ന അവർക്കെതിരെ മൂത്ത പെൺകുട്ടി തിരുവോണ നക്ഷത്രക്കാർക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്കെതിരെ സൗന്ദര്യഭ്രമം കൂടുന്നൊരു കാലഘട്ടമാണ്. ഭ്രമമുണ്ടാകുന്ന ഓപ്പോസിറ്റ് എതിർലിംഗത്തിലുള്ള ഒരു ഭ്രമം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവരോട് ഒതുക്കാൻ നിൽക്കേണ്ട. നിങ്ങളത് അടിച്ചമർത്താൻ നിന്നാൽ അത് ഭീകരമായ വിഷയമാവും. ഈ കാലഘട്ടത്തിൽ പുരുഷ സൗഹൃദങ്ങൾ, നമ്മുടെയൊക്കെ കാലഘട്ടത്താണ് പുരുഷനോട് സൗഹൃദം കൂടുന്നത്. ഇന്നത്തെ കാലത്ത് എതിർലിംഗത്തിൽപ്പെട്ടവരോട് സൗഹൃദം കൂടുതലാവും. അവർ സിനിമയ്ക്ക് പോകും, അവർ പിന്നെ റെസ്റ്റോറൻറ്റിൽ പോകും. പക്ഷേ അതൊന്നും തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആ സൗഹൃദങ്ങളെ അങ്ങ് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നിൽക്കണം. ഒരുപാട് നിയന്ത്രിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. തിരുവോണ നക്ഷത്രക്കാരുടെ സ്ത്രീകളുടെ അരയ്ക്ക് താഴോട്ട് രോഗാവസ്ഥ വരാനും പുരുഷന്മാരുടെ കഴുത്തിന് മുകളിലേക്കും ഹൃദയഭാഗത്തും രോഗങ്ങൾ വരാനുള്ള സാധ്യത നിസ്സാരമായിട്ട്. പ്രഷറൊക്കെ ഉള്ളവർ വളരെ ചെക്കണം. രക്തസംക്രമണം കൂടുന്ന കാലഘട്ടമാണ്. തിരുവോണ നക്ഷത്രത്തിൻ്റെ ആണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ദുഃഖമുണ്ടാകുക, സന്താന ദുഃഖം ഉണ്ടാകുന്ന കാലഘട്ടം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദുരിതങ്ങൾ ഉണ്ടാകുക, ദോഷങ്ങൾ, മൃത്യു, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ 2 നക്ഷത്രമാണ് കിട്ടിയിരിക്കുന്നത്, തിരുവോണ നക്ഷത്രങ്ങൾ. ഈ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് നോക്കുന്നത് കൊണ്ട് നമുക്ക് ലക്ഷണത്തിൽ കിട്ടാവുന്ന മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പിരിഞ്ഞു കിട്ടാനുള്ള പണം, എന്തെങ്കിലും നമ്മൾ പണം കൊടുത്തോ സ്വർണം കൊടുക്കുകയോ, സ്വർണ്ണ നഷ്ടത്തിൻ്റെ സാധ്യതയുണ്ട് ഈ 2 നക്ഷത്രക്കാർക്കും. സ്വർണം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വളരെ സൂക്ഷിച്ച് വയ്ക്കുക, അത് നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടത്തില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഓർമ്മ വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇപ്പോൾ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടിയല്ലോ, അത് കിട്ടാനുള്ളൊരു കാലഘട്ടമാണല്ലോ എന്നൊക്കെ ഓർമ്മ വരുന്നൊരു കാലഘട്ടമാണ്. പിന്നെ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ചോറ്റാനിക്കര ഭഗവതി, അവിടെ ആ പ്രദേശത്തേക്ക് ഉള്ളവരാണെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ കീഴ്ക്കാവിൽ പോയിട്ട് അവിടുത്തെ തീർത്ഥം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഭദ്രകാളി, ഓം ഐം ക്ലീം സം ഹ്രീം ഭദ്രകാളിയെ നമ, അത് 8 തവണ ജപിക്കുന്നത് നല്ലതാണ്. തിരുവാതിര നക്ഷത്രമാണെങ്കിൽ സർപ്പമന്ത്രം അനന്തം വാസിക്കും ശേഷൻ പത്മനാഭൻ നഞ്ചൻ കമ്പലൻ ശംഖുപാലന്തരാക്ഷൻ ദക്ഷയൻ കാളിയിൽ നിന്നുള്ള സർപ്പമന്ത്രം നെറ്റിലേക്ക് കിട്ടും. നെറ്റിൽ കിട്ടുന്നതിന് അവർ ഏതെങ്കിലും ഒരു ബീജാക്ഷരമൊക്കെ എടുത്ത് കളയും. അത് കൃത്യമായിട്ട് ചിന്തിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും പിന്നെ കിടക്കുമ്പോഴും സർപ്പമന്ത്രം 8 തവണ ചൊല്ലിയാൽ രക്തസംക്രമണത്തിന് മാറ്റം ഉണ്ടാകും. തിരുവോണ നക്ഷത്രം എല്ലാ നക്ഷത്രക്കാരും ഇപ്പോൾ കയറി ചൊല്ലിക്കളയരുത്, ബുദ്ധിമുട്ടുണ്ടാകും. ആയില്യ നക്ഷത്രക്കാർ ഒരു കാരണവശാലും ചൊല്ലരുത് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഈ 2 നക്ഷത്രക്കാരുടെ അങ്ങനെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വസ്ത്രങ്ങൾ, കട്ടിലിൽ വസ്ത്രങ്ങൾ ഇടാതിരിക്കുക. നമ്മളെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ഇട്ടുകൊണ്ട് വരുന്ന വസ്ത്രങ്ങൾ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്ത് ഊരി പിന്നെ അഴിച്ചെടുത്തിട്ട് കിടക്കയിലേക്ക് ഇടാതിരിക്കുക. അപ്പോൾ തന്നെ അത് നെഗറ്റീവ് എനർജി ആവും. അത് ഒരു പ്രത്യേക ബോക്സ് ഉണ്ടാക്കുക, അതിനകത്തേക്ക് ഇടുക. വരുന്ന 90 ദിവസത്തേക്കുള്ള ഫലങ്ങളാണ് അത്. ഭർത്താക്കന്മാർ വിവാഹം കഴിയാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ സ്ത്രീകളാണെങ്കിൽ പീരീഡ് സംബന്ധമായിട്ടുള്ള ചില ബന്ധനങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഭക്തി കുറയുന്ന ഒരു കാലഘട്ടമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക്. എന്തോന്ന് ഭക്തി, എന്തോന്ന് ദൈവം എന്നൊക്കെ തോന്നും. നമ്മൾ ഇതുവരെ ആചരിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ നോക്കി ഇപ്പോഴത്തെ ഗ്രഹനിലയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ ഇവിടെ എൻ്റെ കർണേശു ഉപാസനയുടെ ഞാൻ കണ്ടെത്തുന്ന ഫലങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ എടുക്കണം. എല്ലാ നക്ഷത്രങ്ങളും വളരെ നല്ലതാണ്. എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാലഘട്ടങ്ങളുണ്ട്. കറുത്ത വസ്ത്രങ്ങൾ
ഉപയോഗിക്കരുത്. ഇളം ലൈറ്റ് വസ്ത്രങ്ങൾ ഉപയോഗിക്കാം. മുല്ലപ്പൂ ചൂടാം. കിടക്ക വളരെ ശ്രദ്ധിക്കണം. കിടക്കയിൽ പിന്നെ ചിലന്തി വിഷം വയ്ക്കാനുള്ളത് അല്ലെങ്കിൽ കൊതു കടിച്ച് ഒരു സ്കിന്നിന് കുഴപ്പമുണ്ടാകാനുള്ള ഒരു കാലഘട്ടമാണ് തിരുവാതിര തിരുവോണം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് അത്തരം ഈ ചെറിയ ചെറിയ പ്രാണികളിൽ നിന്ന് കടിയേറ്റ് രോഗം ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ ഇതിനകത്ത് കണ്ടു. അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് നക്ഷത്രങ്ങളെക്കുറിച്ചിട്ടുള്ള ഇന്നത്തെ തിരുവാതിര തിരുവോണം നക്ഷത്രങ്ങളെക്കുറിച്ചിട്ടുള്ള ഇന്ന് കിട്ടിയ നക്ഷത്രത്തെക്കുറിച്ചിട്ടുള്ളതാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ വന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഭർത്താക്കന്മാരുമായിട്ട് വാഹനത്തിൽ സ്കൂട്ടറിൽ പോവുകയാണെങ്കിൽ ഹെൽമറ്റ് ധരിക്കുക മാത്രമല്ല, നല്ല ബലത്ത് പിടിച്ചിരുന്നില്ലെങ്കിൽ ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. കാറിലാണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കണം. വാഹനങ്ങൾ പിറകിലോട്ടെടുക്കുമ്പോൾ തിരുവാതിര തിരുവോണം നക്ഷത്രക്കാർ കാർ ഓടിക്കുന്നവരാണെങ്കിൽ പിറകിലോട്ട് വണ്ടി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ ആഴ്ച 5 മരണങ്ങളാണ് ഞാൻ പറഞ്ഞിട്ട് നടന്നിട്ടുള്ളത്. 5 മരണങ്ങൾ. അതിലൊന്ന് ഏറ്റവും വേദനിപ്പിക്കുന്നത് ഞാൻ ഒരെണ്ണം പറഞ്ഞല്ലോ, ഒരു കൃഷ്ണനാട്ടത്തിലെ ചെറുപ്പക്കാരൻ്റെ മരണം. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ എന്നെ ആ പയ്യൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു മേൽപ്പീലി വെച്ച് ഒരു കിരീടം കൊണ്ട് വെച്ച് കൊടുത്താൽ കൃഷ്ണ ഭഗവാനാണ് അതിനെ തോന്നിക്കുമെന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് മരണം വേർപാട് ആരുടെ ആണെങ്കിലും വേർപാടാണ്. ഒരെണ്ണം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അമ്മാവൻ്റെ മകള് ശ്രീകല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ കൈരളി ചാനലിലും ദൂരദർശനിലും ഒക്കെ വാർത്ത വായിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. 2012 കാലഘട്ടത്തിൽ ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ അവളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നമുണ്ടായിട്ട് ഒരു ദിവസം അവളെന്നെ വിളിച്ചു. അതുകൊണ്ട് ഞാൻ ഈ മരണത്തെക്കുറിച്ച് അറിയുമ്പം ഞാനിപ്പോഴും അവളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അവളുടെ അമ്മ ഇന്നലെ ഒരാഴ്ചയ്ക്ക് മുമ്പ് മരിച്ചു. അമ്മയുടെ സഹോദരൻ്റെ ഭാര്യയാണത്. ഇതാ സഹോദരൻ്റെ മകളാണ്. അപ്പോൾ ശ്രീകല എന്നാണ് അവളുടെ പേര്. എല്ലാവർക്കും അറിയാം. അവൾ ഭയങ്കര മിടുക്കിയായിരുന്നു, കലാകാരിയായിരുന്നു, ഭയങ്കര മിടുക്കിയായിരുന്നു. വാർത്ത വായിക്കുന്നത്, കൈരളി ചാനലിലും ഒക്കെ വാർത്ത വായിക്കുന്നത്. ഒരു ദിവസം അവരിങ്ങനെ വിളിച്ച് എന്നെ അണ്ണാന്നാണ് വിളിക്കുന്നത്. അണ്ണാ, എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സംഘർഷമുണ്ട്, ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിലേക്ക് വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, പെണ്ണെ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, നിന്നെ ഇല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ പേരുദോഷമാണ് എനിക്കുള്ളത്, നീ ഇങ്ങോട്ട് വരണ്ട. അല്ല, എനിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് സംഘർഷങ്ങളുണ്ട്. ഒരു മകളേ ഉള്ളൂ. അപ്പം ഒരു മകളുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞതാണ്. അത് പിന്നെ വേർപെട്ട് രണ്ടാമത് വേറെ വിവാഹം കഴിച്ചു. അവർ നല്ല സന്തോഷമായിട്ട് കഴിയുന്നു. പക്ഷെ അവൾ ഈ ഭൂമിയിൽ നിന്ന് പോയി. എനിക്കത് ജീവിതത്തിൽ സഹായിക്കാൻ പറ്റാത്ത. അതാണ് ഞാനിതുകൊണ്ട് എപ്പോഴും ഫലങ്ങൾ പറയുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ജീവിതത്തെക്കുറിച്ച് വെച്ചാൽ മരണശേഷം മരണാനന്തരം ജീവിതം ഉണ്ടാവും എന്ന് അവൾ എന്നോട് ചോദിച്ചു. അപ്പോൾ അവൾ ലൈവായിട്ട് കൈരളി TV വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏകാന്തനായിട്ട് ജീവിതത്തൊക്കെ വേർപെട്ട് പോയിട്ട് പിന്നെ കാന്തല്ലൂർ ആശ്രമത്തിൽ താമസിക്കുകയാണ്, ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഭയങ്കരമായ മാനസിക സംഘർഷമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ സംഘർഷത്തിന് കാരണമായ കാര്യങ്ങളെ പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ഒക്കെ ഞാൻ പിന്നെ കണ്ടു. അവൾക്ക് മാനസിക സംഘർഷം കൊടുത്തവരെയൊക്കെ. നല്ല പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരാളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഒരു ദുഃഖം കൊണ്ട് ഞാൻ ഈ മൃത്യുവിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതാണ്. ഞാൻ അവളുടെ ഈ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അവളെ ഞങ്ങൾ പൊടിമോളെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അമ്മായി കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചത്. അപ്പോൾ ആ ചേട്ടൻ എന്നെ വിളിച്ചറിയിക്കുക. സാധാരണ എൻ്റെ ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ച ഒരാളായതുകൊണ്ട്, ബന്ധുക്കളെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ കല ടീച്ചറിൻ്റെ ബന്ധുക്കളും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ചെറുപ്പക്കാർ, എൻ്റെ മക്കളുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർ മാത്രമാണ് ഉള്ളത്. അപ്പം ഇങ്ങനെ ആരും എന്നെ അന്നും അറിയിക്കാമല്ലോ. പക്ഷേ ആ ചേട്ടൻ എന്നെ വിളിച്ച് പറയിച്ചു. ഇങ്ങനെ ഞാൻ വിളിക്കുകയും ചെയ്തു. എൻ്റെ സഹോദര സ്ഥാനമൊക്കെ ഞാൻ വളർന്നു വന്നിരുന്നപ്പോൾ എന്നോടൊപ്പം വളർന്നു പറഞ്ഞവരാരും എന്നെ ഒന്നും അറിയിക്കാറില്ല. പക്ഷേ ഈ ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അമ്മായി മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സ്ത്രീകളെക്കുറിച്ച് ഓർത്തു. അതിൻ്റെ മൂത്ത ചേച്ചിയും മരിച്ചു, അതിൻ്റെ ഇളയാളും മരിച്ചു. മരണങ്ങൾ, വേർപാടുകൾ ദുഃഖം തന്നെയാണ്. അപ്പോൾ അവളെ എന്നെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ വരണ്ട, നീ ഒരു കാര്യം തൽക്കാലം ഏതെങ്കിലും ഒരു ഇതിലേക്കൊന്ന് മാറി നിൽക്കാൻ. അവളെ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്തു. ആ മരണം ഇപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ട്. കാരണം നമുക്കൊരു കൈ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിപ്പിക്കാൻ പറ്റിയില്ലോ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും മരണം ഒരു ശാശ്വതമായ, നമ്മൾ മരണത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ എപ്പോഴാണ് മരിക്കേണ്ടതെന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് എന്നിട്ട് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എൻ്റെ അടുത്ത് ഒരിക്കൽ വിളിച്ച് പറഞ്ഞു, ഞാൻ എപ്പോഴും ഈ ഡയമണ്ട് ധരിക്കുന്നതിനെക്കുറിച്ച്, പിന്നെ കല്ലുകൾ ധരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയാമെന്നുള്ളതിനൊരു കാരണം. ഒരു ദിവസം അവിടെ എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഒരു നക്ഷത്രം, എനിക്കൊരു കല്ല് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനന്ന് ഷാജി ഇടമുറക് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അവൾക്കൊരു കല്ല് വേണം. അങ്ങനെ ഞാൻ ഇവളെയും കൊണ്ട് ആ ഷാജി ഇടമുറകിൻ്റെ അടുത്ത് പോയി. അദ്ദേഹം ഒരു കല്ല് കൊടുത്തു. ആ കല്ല് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി, ചേട്ടാ, അണ്ണാ, അത് പൊട്ടിപ്പോയി, ആ കല്ല് പൊട്ടിപ്പോയി എന്ന്. നമ്മൾ അയാളടുത്ത് ചെന്നപ്പോൾ തന്നെ പുള്ളി ആ കല്ല് മാറ്റി കൊടുത്തു. യഥാർത്ഥത്തിൽ അങ്ങനെ കല്ലുകൾ കല്ല് ഉണ്ടാക്കാം. പുള്ളി മോശം എന്നല്ല ഞാൻ പറയുന്നത്.
അദ്ദേഹം മോശക്കാരനായിട്ട് ആളല്ല. പക്ഷേ എന്ത് കാരണങ്ങൾ കൊണ്ടോ അവളുടെ വിധിദോഷം കൊണ്ടോ ആ കൊടുത്ത് കല്ല് പൊട്ടിപ്പോയി. സിന്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് കല്ലുകൾ കൊടുക്കുന്നവരുണ്ട്. ഷാജിയുടെ പുറകെ അങ്ങനെ കല്ല് കൊടുക്കുന്ന ആളല്ല, അദ്ദേഹം നല്ല കല്ലുകൾ കൊടുക്കുന്ന ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹം ഈ കുട്ടിക്ക് സമയദോഷം കൊണ്ടോ കാലദോഷം കൊണ്ടോ അത് സംഭവിച്ചു, അത് പൊട്ടി. അദ്ദേഹം അപ്പോൾ തന്നെ മാറ്റിക്കൊടുത്തു, പൈസയൊന്നും ഇല്ലാതെ വാങ്ങിക്കാതെ ഒരു നല്ല കല്ല് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹം അവളെ ആ കല്ല് പൊട്ടിയപ്പോൾ ഞാനിത് വാങ്ങിച്ചു കൊടുത്തിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, കാരണം ഈ കല്ല് പൊട്ടി. അന്ന് ഞാൻ ഈ ചെറിയ പ്രവചനങ്ങളൊക്കെയാണ് പറയുന്നത്, ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവരുടെ കല്ല് പൊട്ടിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു ഭയങ്കര ആഘാതമുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ എനിക്ക് ഈ കല്ല് പൊട്ടിയത് കൊണ്ട് ഇത് ദുശകുനമായിട്ട് തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞു അതല്ല, ഈ കല്ല് ചിലപ്പോൾ പൊട്ടാനുള്ള പല കാരണങ്ങൾ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അഭിലാഷ് ബാലകൃഷ്ണൻ കൊടുക്കുന്ന കല്ലുകളെ ഏറ്റവും ഉത്തമമായ കല്ലുകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിന് വില കൂടുതലാണ്. അഭിലാഷ് ബാലകൃഷ്ണൻ്റെ കല്ലുകൾ നാച്ചുറൽ സ്റ്റോൺസാണ്. ആ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസിന് വില കൂടും. അതിന് ശരീരത്തിന് ഇടുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, അതുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ 5 രൂപ കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ കല്ല് ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. ഇവിടുത്തെ കല്ലുകളെ കുറിച്ചിട്ടുള്ള സ്റ്റോൺ ധരിക്കുന്നതിനെക്കുറിച്ച്, ഏത് കല്ലുകൾ ധരിക്കണം എന്നതിനെക്കുറിച്ചും ഏത് കല്ല് ധരിച്ചാലാണ് മാറ്റമുണ്ടാകുന്നതിനെക്കുറിച്ചും കല്ലുകളുണ്ട്. ഞാൻ നല്ലവണ്ണം ഇപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കല്ലുകളെക്കുറിച്ച്. എന്തുകൊണ്ടാണ് മാറ്റം, നമ്മൾ ന്യൂറോ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം ധരിക്കേണ്ട കല്ലുകൾ, ഗോമേതകം ധരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ലക്ഷണശാസ്ത്ര പ്രകാരവും എൻ്റെ ഉപാസനമൂർത്തിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവൾ ആ കല്ല് പൊട്ടിപ്പോയി. ഷാജിയോട് പറയുമ്പോൾ ഞാൻ കല്ല് പൊട്ടി, ഷാജിയോട് വേറെ കല്ല് കൊടുത്തു. പക്ഷേ അവൾ ജീവിതത്തിൽ അവൾ ആത്മഹത്യ ചെയ്തു. എനിക്ക് സഹിക്കാൻ പറ്റാ. ഇപ്പോൾ പോലും ഇന്നലെ കഴിഞ്ഞ ദിവസം അമ്മായി മരിച്ചപ്പോൾ തന്നെ ഞാൻ അവളെക്കുറിച്ച് ഓർത്തത്. ആ ചരമ കാർഡിനകത്ത് അവളുടെ പേരുണ്ട്, അവളുടെ ചേച്ചി മരിച്ചുപോയ സീത ചേച്ചിയുടെ പേരുണ്ട്, ആ മണിക്കുട്ടൻ ഇളയത് മരിച്ച പേരുണ്ട്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചുപോയ മക്കൾ എന്തോ ഒരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. 5-6 മക്കളുണ്ടായിരുന്നവരൊക്കെ മരിച്ചിട്ട് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുക, ഭർത്താവ് മരിച്ചു പോവുക. എന്നിട്ട് ഇന്നലെ വരെ ജീവിച്ച ഭർത്താവിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മൾ വളർത്തി വലുതായി നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ ചുമന്നുകൊണ്ട് പോകുന്ന മക്കൾ മരണപ്പെട്ട് വേർപെട്ട് പോവുക, അല്ലേ? നമുക്ക് ബലികർമ്മം ചെയ്യേണ്ടവർ നേരത്തെ പോവുക. ഇതൊക്കെ ഓരോ വിധിയാണ്. ഞാനെല്ലാം പറയുന്നത് വിധികളെക്കുറിച്ചാണ്. നമ്മളിതൊന്നും ആലോചിക്കുന്നില്ലല്ലോ. നമ്മൾ എന്താണോ ആലോചിക്കുന്നത്? നമ്മൾ എങ്ങനെയെങ്കിലും പണമാണോ സ്വാമി, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സ്വാമി, പണത്തിൽ നിന്ന് കടം കൊണ്ട് നിവർത്തിയില്ല സ്വാമി, അങ്ങനെയൊക്കെ ആലോചിക്കും. ഇതൊന്നും ഈ ജീവൻ നിലനിൽക്കും. ഞാനൊരാൾ വന്ന് ആദ്യം നോക്കണം ഇയാളുടെ ആയുസ് എങ്ങനെയാണ്, ആയുസ്സും ആരോഗ്യം അങ്ങനെ നോക്കിയിട്ടാൽ ഫലങ്ങൾ നോക്കുകയുള്ളൂ. എല്ലാവരും കടബാധ്യതയും പണവും കുട്ടികളെ പഠിപ്പിക്കുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസം തിരിഞ്ഞു പോലും നോക്കുമല്ലോ ഒരെണ്ണം. ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എത്രയോ പിള്ളേർ പഠിച്ച് വിദേശത്തൊക്കെ പോയിട്ട് മക്കൾ അച്ഛനമ്മമാരെ തിരിഞ്ഞു നോക്കാത്തവർ. അച്ഛനമ്മമാരും ഭേദമൊന്നുമല്ല. അച്ഛനമ്മമാർ മക്കളെ പൈസ കിട്ടിയില്ലെങ്കിൽ ഇഷ്ടംപോലെ ചീത്ത പറയുന്ന മക്കളുണ്ട്. അവിടെ പോയി കാറും തുടച്ച് പഠിച്ച് പൈസ അയച്ചു കൊടുത്തില്ലെങ്കിൽ മക്കളെ ചീത്ത പറയുന്ന അച്ഛനമ്മമാരും ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ചുറ്റുമുള്ളവർ മനസ്സിലാക്കണം, അല്ലേ? ഇതൊന്നും മനസ്സിലാക്കാത്ത മനുഷ്യനെ മനസ്സിലാക്കുക. നമ്മുടെ ജീവിക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട. എന്താണ് നമുക്ക് സംഭവിക്കുകയെന്ന് പറയുന്നത് എന്താണ്? ഉറച്ച് ശാശ്വതമായ സത്യമാണ്. ശാശ്വതമായ സത്യം ഒന്നേ ഉള്ളൂ. എന്താണ്? മരണമാണ് ശാശ്വതമായ സത്യം. മറ്റൊരു സത്യങ്ങളുമില്ല. നീ ജനിച്ചിട്ടുണ്ടോ, നീ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടോ, നീ ഏത് നിമിഷവും നീ മരണപ്പെടാം. നീ നാളെകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ട് നീ 50 വർഷം കഴിഞ്ഞ് LIC എടുത്തിട്ടുണ്ട്, 50 വർഷം കഴിഞ്ഞ് എനിക്ക് 50 ലക്ഷം രൂപ കിട്ടും, അപ്പോൾ ഞാൻ ബെൻസ് കാറ് മേടിച്ച് ചാരി കടന്ന് പോകും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഈശ്വരൻ നിനക്ക് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഹൃദയം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഞാനിവിടെ പിടിച്ചു വയ്ക്കാൻ പോവുകയാണ്. കാലൻ ഇതാ കയറുവേട്ട നിൻ്റെ വന്നിട്ടുണ്ട്, കുഞ്ഞിരാമ ഇറങ്ങി വരൂ, നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിൻ്റെ ബെൻസ് കാറുമില്ല, സ്വപ്നങ്ങളുമില്ല, ഒന്നുമില്ല. നീ ഈ നിമിഷം ജീവിക്കുന്നുണ്ടെങ്കിൽ, നീ ഈ നിമിഷം ജീവിക്കുന്നുണ്ടോ? ഞാൻ ഈ നിമിഷം ജീവിക്കുന്നുണ്ട്. ഒരു ഗ്രഹനിലകളും ഒരു ജ്യോതിഷശാസ്ത്രത്തിനും ഒരു ദൈവത്തിനും രക്ഷിക്കാൻ പറ്റില്ല. ഈശ്വരൻ സൃഷ്ടിക്കുന്ന സമയം അത് നിനക്കെന്താ സംഹാരം. നീ ഇന്ന സ്ഥലത്ത് നമ്മൾ അപകടം പറഞ്ഞ ഇപ്പോൾ വാൽപ്പാറയിൽ മരിച്ചു കണ്ടിട്ടില്ലേ ഇത്രയും പേര്, ഇന്ന സമയത്ത് ഇന്നയാൾ ഇങ്ങനെ മരിക്കണം, ഇങ്ങനെയാണ് മരിക്കേണ്ടത്. നീ മരിക്കുമ്പോൾ നിനക്കൊപ്പം ഇത്ര പേരൂടെ മരിക്കും, അത് ഇന്ന സമയത്ത് ഇത്ര ജന്മങ്ങളിൽ നിനക്ക് ഇങ്ങനെയും കൂടെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ ഇന്ന് ജീവിക്കുക എന്നുള്ളതാണ്. നീ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കഠിനാധ്വാനം ചെയ്യണം. പക്ഷേ ഇന്ന് നീ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള എൻ്റെ കരുത്ത്, എൻ്റെ ഊർജം, ആ ഊർജം സംഭരിക്കാനായിട്ട് രാവിലെ യോഗ ചെയ്യേണ്ടതല്ല. മറ്റേ ഗ്ലൂക്കോസ് എല്ലാം അടിച്ച് കയറ്റിയിട്ട് മസിലൊക്കെ വീങ്ങി വെച്ചിട്ടുള്ള ആരോഗ്യമല്ല പറയണേ, മനസ്സിൻ്റെ ഊർജം, അല്ലേ? പ്രപഞ്ച ശക്തിയിൽ നിന്ന് കിട്ടേണ്ട ഊർജം.
ആ ഊർജ്ജം നമ്മൾ സംഭരിച്ചുകൊണ്ട് ആ കരുത്തോടു കൂടി സത്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുക. മറ്റുള്ളവനെ എങ്ങനെ ദോഹിപ്പിക്കാൻ പറ്റും, അവൻ്റെ പൈസ എങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റും, നടവനെ നടക്കുമ്പോൾ ശത്രു നടക്കുമ്പോൾ കാല് വെത്താൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ ആഭിചാരം ചെയ്ത് എങ്ങനെ അവനെ കൊല്ലാൻ പറ്റും, ആ മറ്റുള്ളവനെ കുറിച്ച് പകയുള്ള ചിന്തകൾ മാറ്റിവെച്ച് മറ്റുള്ളവനെ ദ്രോഹിക്കാതിരിക്കുകയും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ള ഏറ്റവും വലുത്. ഒരുത്തനെ മനസ്സുമൊക്കെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാതിരുന്നാൽ തന്നെ അവൻ നമ്മളോട് ഇങ്ങനെ പെരുമാറി, അവനൊരു മാറ്റം ഉണ്ടാകട്ടെ, അവൻ അറിഞ്ഞുകൊണ്ട് പെരുമാറിയതായിരിക്കില്ല, അവൻ ഏതോ ജന്മത്തിലെ ദോഷം കൊണ്ട് അവൻ അങ്ങനെ പെരുമാറിയതാണ്. ഞാൻ അവനോട് ക്ഷമിച്ചു, ഞാൻ അവന് കുറച്ച് പണം കൊടുത്തു, അവൻ ഇപ്പോൾ അത് തരുന്നില്ല, അവൻ എന്നെ ചതിച്ചു പറ്റിച്ചു, അത് ശരിയാണ്. ആ പണം ദൈവം നമുക്ക് തന്നില്ല എന്ന് വിചാരിച്ചാൽ പോരെ? ഞാൻ നല്ല കാലഘട്ടത്തിൽ എൻ്റെ യൗവനാവസ്ഥയിൽ ഒരുപാട് പണം ഉണ്ടാക്കി, അവസരം കിടക്കാൻ പോലും സ്ഥലമില്ലാതായി. അവർ തരാൻ തയ്യാറില്ല, വേണ്ട അവരെടുത്തോട്ടെ. നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും കിടക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടായില്ലേ, കഴിക്കാൻ ഭക്ഷണം ഉണ്ടായില്ലേ, നമ്മൾ നിമിത്തമായി മറ്റു കുറേ പേര് ജീവിക്കുന്നില്ലേ? അങ്ങനെ എടുത്താൽ തീർന്നു. ഇങ്ങനെ നമ്മളിപ്പോൾ ജീവിക്കുന്നില്ലേ? നമ്മൾ അതിലും അന്തസ്സായിട്ട്, അതിലും ആരോഗ്യത്തോടുകൂടി, അതിലും സമ്പൂർണ്ണമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ലേ? അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വഴി ഇങ്ങനെ കൊണ്ടുവരും, നമ്മളൊരു വഴിയിലേക്ക് കൊണ്ടുവന്ന് രണ്ടായിട്ട് തിരിച്ചാലും, ഏത് വഴിയിലൂടെ തിരിച്ചാലും നിനക്ക് ജീവിക്കാനുള്ള നിൻ്റെ കർമ്മങ്ങളിൽ ശുദ്ധിയുണ്ടെങ്കിൽ, നിൻ്റെ ചിന്തകളിൽ ശുദ്ധിയുണ്ടെങ്കിൽ, നിൻ്റെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ദൈവം നിനക്ക് മുമ്പേ നിന്നെ കൈപിടിച്ച് നടത്തുമെന്നാണ് അല്ലേ? ഒരു ഗുരുവും ശിഷ്യൻ്റെയും കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുരുവും ശിഷ്യനും കൂടെ വള്ളത്തിൽ, ഓരോരുത്തരുടെ സ്വഭാവം കാണിക്കും. ഒരു ഗുരുവും ശിഷ്യനും കൂടെ ഒരു വള്ളത്തിൽ ഇങ്ങനെ പോവുകയാണ്. വള്ളത്തിൽ ഇങ്ങനെ പോയപ്പോൾ ഒരു തേള് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്, ഞാൻ അതൊന്നുകൂടെ പറഞ്ഞു നിർത്താം. ഇങ്ങനെ പിടയ്ക്കുകയാണ്. പിടച്ചപ്പോൾ ഗുരു ഇങ്ങനെ അത് നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ശിഷ്യൻ വിചാരിച്ചു, ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇയാളൊരു ഗുരുവാണോ? ഒരു പ്രാണി വെള്ളത്തിൽ കിടന്നിങ്ങനെ പിടയ്ക്കുമ്പോൾ അത് നോക്കിയിരിക്കുന്നതാണോ ഗുരു എന്ന് പറഞ്ഞ് ഈ ശിഷ്യൻ വെള്ളത്തിലേക്ക് കൈയിട്ട് അതിനെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോൾ ആ തേളി ശിഷ്യൻ്റെ രണ്ട് കയ്യിലും ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കടിച്ച് പിടിച്ചു. ആ ചോര ഇങ്ങനെ വാർത്തൊഴുകി. അപ്പോൾ അത് കുടഞ്ഞു കളഞ്ഞു. എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, ഞാൻ അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചതല്ലേ ഗുരുവേ, എന്നെ അതിങ്ങനെ വിഷം കുത്തിവെച്ച് അതിൻ്റെ വിഷം മുഴുവൻ എൻ്റെ കൈക്കിലേക്ക് പകർത്തി ഈ ചോര മുഴുവൻ വാർന്നൊലിച്ച് പോകുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ വളരെ ശാന്തനായിട്ട് ഗുരു പറഞ്ഞു, അത് വെള്ളത്തിൽ പിടഞ്ഞു മരിക്കാൻ ഈശ്വര നിയോഗമുള്ളതാണ്. അതിൻ്റെ രണ്ട് കൊമ്പ് മുഴുവൻ വിഷാംശമാണ്. അത് വെള്ളത്തിൽ പിടഞ്ഞു മരിക്കാൻ ഈശ്വരൻ്റെ കർമ്മം കൊണ്ട് വെള്ളത്തിൽ പിടഞ്ഞു മരിക്കേണ്ടതാണ്. ആ വെള്ളത്തിൽ പിടഞ്ഞു മരിക്കേണ്ടവനെ നീ രക്ഷിക്കാൻ ശ്രമിച്ചു. രക്ഷിക്കാൻ നീ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ കർമ്മം ചെയ്തു. അതിൻ്റെ കർമ്മം എന്താണ്? അത് രക്ഷപ്പെടാനായിട്ട് ഈ രണ്ട് കൊല്ലും കൊണ്ട് അയാളുടെ കൈകളിലേക്ക് കൊത്തിപ്പിടിച്ചു രക്ഷപ്പെടാൻ. അപ്പോൾ ഒരു ശത്രുവിനെ നമ്മൾ ശത്രു ആയിട്ട് വിചാരിക്കുന്നവനെ പോലും വന്നു ചേരുമ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ, അവനെ ദൈവം ശിക്ഷിച്ചവനാണ്, ദൈവം ശിക്ഷിച്ചവനെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മളിവിടെ ശിക്ഷിക്കപ്പെടും എന്നാണ്. എന്ന് വിചാരിച്ച് ഒരാളെ രക്ഷപ്പെടുത്തിക്കൂടാ എന്നുള്ളതല്ല. അപ്പോൾ അതിൻ്റെ കർമ്മം ചെയ്തു, അത് കറക്റ്റാണ് അല്ലേ? ഗുരു പറഞ്ഞത് അതിനതേ അറിയാവൂ. ഒരുത്തൻ വന്നു ചേരണമെങ്കിൽ അവനെ വഞ്ചിക്കാനേ അറിയാവൂ, അവനെ ചതിക്കാനേ അറിയാവൂ, അവനെ പറ്റിക്കാനേ അറിയൂ. ലക്ഷക്കണക്കിന് അൽമുക്താർ ജൂവലറി എന്ന് പറയുന്ന ഇവിടെ ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഇല്ലേ? കോടിക്കണക്കിന് ദിവസം പത്രത്തിൻ്റെ മുമ്പിൽ പത്രം, ലാഭം, സ്വർണ്ണക്കടക്കാർ, അവൻ ഉള്ള ദൈവങ്ങളെ പടച്ചവൻ്റെയൊക്കെ പേര് പറഞ്ഞ് അവനെല്ലാം അതുകൊണ്ടാക്കി. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു, അത് ഞാൻ നാളെ പറയാം. കഷ്ടം, എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോയത്. മുഴുവൻ അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു അൽമുക്താർ ജൂവലറിക്കാരൻ. അയാൾ ഇവിടെ ചാലക്കമ്പോളത്തിലാണെങ്കിൽ വസ്ത്രം ഇങ്ങനെ വിറ്റുകൊണ്ടിരുന്ന ആളൊരു കാലഘട്ടത്തിലേക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റൂ? എത്രയോ മതപണ്ഡിതന്മാർ അവിടെ ചെന്ന് ഇയാൾക്ക് വേണ്ടിയിട്ട് പ്രസംഗിച്ചു, ഇയാൾക്ക് കടൽ ഉദ്ഘാടനം ചെയ്ത് കൊടുത്തു. അങ്ങനെ ആൾക്കാരുടെ വിശ്വാസം ആർജിയെടുത്തിട്ട് നല്ല നശിപ്പിച്ചില്ലേ? അയാൾക്ക് എന്താണ് ഇതേ പടച്ചോൻ കൊടുക്കുന്നത്? അയാൾ എവിടെയെങ്കിലും പോയി എത്ര കാലം ഒളിച്ച് ജീവിക്കും. പക്ഷേ ഈശ്വരൻ്റെ മുഖത്ത് നിന്നും അയാൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർ വന്നു ചേരും. നമുക്ക് സമ്പത്തല്ല പ്രധാനം, സമാധാനവും ശാന്തിയുമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നാളെ ഇനി അടുത്ത നക്ഷത്രങ്ങളുമായിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.